ഹായ് എവ്രി വൺ, വെൽക്കം ടു ടോസ് അക്കാഡമി. ഇന്ന് ടോസ് അക്കാഡമി നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് HSC മാത്തമാറ്റിക്സിലെ ഒരു പ്രീവിയസ് ഇയർ ഡിസ്കഷൻ സെഷനുമായിട്ടാണ്. നമ്മുടെ സിലബസിൽ മൊഡ്യൂൾ 6 വരുന്ന ടോപ്പിക്കാണ് പ്രോബബിലിറ്റി. അപ്പോൾ പ്രോബബിലിറ്റിയിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എയും ബിയും പരസ്പര വിരുദ്ധമായ സംഭവങ്ങൾ ആണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പരസ്പര വിരുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് പരസ്പര വിരുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവൻറ്റുകളെയാണ് നമ്മൾ പരസ്പര വിരുദ്ധം എന്ന് പറയുന്നത്. സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവൻറ്റുകളാണ്. ഓക്കെ, അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്, ഇപ്പോൾ രണ്ട് ഇവൻറ്റുകൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവരുടെ ഇൻ്റർസെക്ഷൻ എന്തായിരിക്കും? ആ രണ്ട് ഇവൻറ്റുകളുടെയും ഇൻ്റർസെക്ഷൻ എന്തായിരിക്കും? എം ടി ആയിരിക്കും. ഓക്കെ, ഇനി എം ടി സെറ്റിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? എം ടി സെറ്റിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? 0 ആണ് അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താ വരിക? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും വരുന്നത്. ഇനി നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു കുടുംബത്തിൽ 2 കുട്ടികളുണ്ട്. ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ കുടുംബത്തിലെ 2 കുട്ടികളും ആൺകുട്ടികൾ ആവാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 കുട്ടികളാണ് ടോട്ടൽ അവിടെ ഉള്ളത്. അപ്പോൾ ഒരു 4 കേസുകളാണ് നമുക്കിവിടെ ടോട്ടൽ വരുന്നത്. ഓക്കെ, ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ആദ്യത്തെ കുട്ടി ബോയ് ആകാം അല്ലേ, ആൺകുട്ടിയാകാം. പിന്നെ രണ്ടാമത്തെ കുട്ടിയും വേണമെങ്കിൽ നമുക്ക് എന്താക്കാം? ആൺകുട്ടിയാകാം അല്ലേ. ഇനി അടുത്ത കേസ് എന്താ? അടുത്ത കേസ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ആദ്യത്തെ കുട്ടി ആൺകുട്ടിയും രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയുമാകാം അല്ലേ. ഇനി അടുത്ത കേസ് എന്താണ് വരുന്നത്? ആദ്യത്തെ കുട്ടി പെൺകുട്ടിയും രണ്ടാമത്തെ കുട്ടി ആൺകുട്ടിയുമാകാം. ഇനി നാലാമത്തെ കേസ് വരുന്നത് ആദ്യത്തെ കുട്ടി പെൺകുട്ടിയും രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയുമാകാം. അപ്പോൾ ഒരു കുടുംബത്തിൽ 2 കുട്ടികളുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പോസിബിലിറ്റീസ് അല്ലേ. ഇനി എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ, ഓക്കെ, ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ, അപ്പോൾ ഇവിടെ ആൺകുട്ടി ആകാൻ പോസിബിൾ ആയിട്ടുള്ളത് ഏതാണ്? ആദ്യത്തെ കുട്ടി ആൺകുട്ടി ആവുകയാണെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്? 2 ബോയ്സ് വരാം, അതുപോലെ തന്നെ ആദ്യത്തെ കുട്ടി ആൺകുട്ടിയും രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയും. ഈ 2 ചാൻസസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ കുടുംബത്തിലെ 2 കുട്ടികളും ആൺകുട്ടികൾ ആവാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ കുട്ടി ആൺകുട്ടികൾ ആവാനുള്ള പോസിബിലിറ്റി ഈ 2 ഉള്ളൂ. ഓക്കെ, അപ്പോൾ 2ഉം ആൺകുട്ടികളാവണമെങ്കിൽ അപ്പോൾ ടോട്ടൽ നമുക്ക് ഇത്രയും പോസിബിലിറ്റിയാണ് ഉള്ളത്. ആദ്യത്തെ കുട്ടി ആൺകുട്ടി ആവാൻ ടോട്ടൽ നമുക്ക് ഇത്രയും പോസിബിലിറ്റിയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോബബിലിറ്റി of an event A is equal to number of possible outcome അല്ലേ. number of possible outcomes divided by total number of outcome എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് അല്ലേ, ഔട്ട്കംസ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ കുട്ടി ആൺകുട്ടി ആവാനുള്ള ടോട്ടൽ എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? 2 പോസിബിലിറ്റിയാണുള്ളത്. ഓക്കെ, ഇനി നമ്മളോട് എന്താ? 2ഉം ആൺകുട്ടികളാവാനുള്ള സാധ്യത. അപ്പോൾ ഇതിൽ 2ഉം ആൺകുട്ടികളാവാനുള്ള സാധ്യത എന്താ? ഇതിൽ ഈ ഒരു സാധ്യതയാണുള്ളത് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം എന്ന് ചോദിച്ചേക്കുന്നത്, അപ്പോൾ അവിടെ 1 വരുന്നത്. സോ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? 2 കുട്ടികളും ആൺകുട്ടികളാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ: ഒരു പെട്ടിയിൽ 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഓരോന്നും ചെറിയ കടലാസിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ
നിന്നും നോക്കാതെ ഒരെണ്ണം എടുത്താൽ അത് അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 1 മുതൽ 25 വരെയുള്ള സംഖ്യകൾ നമ്മളൊരു പെട്ടിയിൽ ചെറിയ പേപ്പറിൽ എഴുതിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് എടുക്കേണ്ട നമ്പർ എന്താണ്? എടുക്കേണ്ട നമ്പർ ഒരു അഭാജ്യ സംഖ്യയാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ പ്രോബബിലിറ്റി കാണുന്നത് എങ്ങനെയാണ്? അവിടെ പ്രോബബിലിറ്റി കാണുന്നത് P(a) ആണ്. അപ്പോൾ അഭാജ്യ സംഖ്യ വരാനുള്ള പ്രോബബിലിറ്റി അല്ലേ, P(a). ഇപ്പോൾ സപ്പോസ് എ എന്ന് പറയുന്ന ഇവൻ്റെ അഭാജ്യ സംഖ്യ അതാണ് എന്ന് കരുതുക. അപ്പോൾ എന്താ വരിക? നമ്മുടെ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം അല്ലേ, ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. 1 മുതൽ, അപ്പോൾ ടോട്ടൽ എത്ര ആളുകളുണ്ട് നമ്മുടെ ഈ പെട്ടിക്കകത്ത്? 25 ആളുകളാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു, താഴെ ഡിനോമിനേറ്ററിൽ നമുക്ക് 25 ആയിരിക്കും വരിക. ഇനി നമ്മൾ എന്താ എടുക്കുന്നത്? അഭാജ്യ സംഖ്യ എടുക്കുന്നത്. അപ്പോൾ 1 മുതൽ 25 വരെ എത്ര അഭാജ്യ സംഖ്യ ഉണ്ടെന്ന് നോക്കണം. എത്ര ഏതൊക്കെയാണ് നമ്മുടെ അഭാജ്യ സംഖ്യ? 2 വരും, 3, അടുത്തത് 5, അടുത്തത് 7, അടുത്തത് 11, പിന്നെ 13, 17, 19, 23. ഇത്രയാണ് 1നും 25നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ. എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ. 9 അഭാജ്യ സംഖ്യകളാണ് 1 മുതൽ 25. അപ്പോൾ 9 പോസിബിലിറ്റീസാണ് അഭാജ്യ സംഖ്യകൾക്കുള്ളത്. അപ്പോൾ എന്തെഴുതാം നമുക്ക്? 9/25. സോ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇയും എഫും സ്വതന്ത്ര ഇവൻറ്റുകൾ ആണ് എങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് ശരി? ഓക്കെ, എന്താണ് ഇയും എഫും സ്വതന്ത്ര ഇവൻറ്റുകൾ? സ്വതന്ത്ര ഇവൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് എന്നാണ് സ്വതന്ത്ര ഇവൻറ്റുകളെ നമ്മൾ പറയുന്നത് അല്ലേ. ഇപ്പോൾ 2 ഇവൻറ്റുകൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ എന്തെഴുതുക? എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവരുടെ ഇൻ്റർസെഷൻ പ്രോബബിലിറ്റി അല്ലേ, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെഷൻ ബി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബിയിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇയും എഫും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റുകൾ ആയതുകൊണ്ട് പി ഓഫ് ഇ ഇൻ്റർസെഷൻ എഫ് എന്തായിരിക്കും? പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ആയിരിക്കും. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് പി ഓഫ് ഇ ഇൻ്റർസെഷൻ എഫ് എന്താണ്? പി ഓഫ് ഇ ഇൻ്റർസെഷൻ എഫ് എന്ന് പറയുന്നത് പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണെന്ന് പറയാൻ പറ്റും. ഇനി നമുക്കിവിടെ പി ഓഫ് ഇ യൂണിയൻ ബി ഉണ്ട്. ഇതും തെറ്റാണ് അല്ലേ, ഇതും തെറ്റാണ്. പി ഓഫ് ഇ ഇൻ്റർസെഷൻ എഫ് എന്ന് പറയുന്നത് പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ആയിരിക്കും. ഇനി നമുക്ക് പി ഓഫ് എ യൂണിയൻ ബി എന്താണെന്ന് അറിഞ്ഞാൽ മതി. പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ, എ യൂണിയൻ അല്ല, ഏതാണ്? ഇ യൂണിയൻ എഫ് അല്ലേ. ഇ യൂണിയൻ എഫ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് മൈനസ് പി ഓഫ് എ ഇ ഇൻ്റർസെഷൻ എഫ് ആണ് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് മൈനസ്, ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആയതുകൊണ്ട് ഇനി എങ്ങനെ എഴുതാം? പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് എന്ന് എഴുതാം അല്ലേ. ഇനി നമ്മുടെ ഓപ്ഷൻസിലേക്ക് ഒന്ന് നോക്കിക്കേ. ഓപ്ഷൻ ബി അത് തെറ്റാണ്. ഓപ്ഷൻ സി നോക്കിക്കേ. പി ഓഫ് ഇ യൂണിയൻ എഫ് ഇസ് ഈക്വൽ ടു പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് മൈനസ് പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് എന്ന് എഴുതാം. അപ്പോൾ അതായിരിക്കും ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. 6 മുഖങ്ങളുള്ള 2 പകിടകൾ ഉരുട്ടുമ്പോൾ രണ്ടിലും ഒരേ സംഖ്യ കാണിക്കുന്നതിനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അതായത് 2 ഡൈ ആണ് നമ്മൾ എറിയുന്നത്. അപ്പോൾ 2 ഡൈ വരുമ്പോൾ നമുക്ക് സാമ്പിൾ സ്പേസ് അറിയാം. സാമ്പിൾ സ്പേസ് എങ്ങനെയാണ്? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ആദ്യം 1 1 1, പിന്നെ എന്താ വരും? 1 2, പിന്നെ 1 3, അങ്ങനെ എവിടെ വരെ വരും? 1, പിന്നെ 1 4, 1 4, 1 5 ആൻഡ് 1 6 ആണ് വരുന്നത്. അടുത്തത് എഴുതുമ്പോഴോ 2 1 മുതൽ എവിടെ വരെ വരും? 2 6 വരെ അല്ലേ. ഇനി അങ്ങനെ 6 1 2 6 6, ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇങ്ങനെ
6 മുഖങ്ങളുള്ള 2 പകിടകൾ ഉരുട്ടുമ്പോൾ രണ്ടിലും ഒരേ സംഖ്യ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എക്സ് വൈ എന്ന് പറയുന്ന ആൾ നമ്മുടെ സാമ്പിൾ സ്പേസിലെ ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഇവൻറ്റ് പറഞ്ഞിട്ടുള്ളത് എ എന്ന് പറയുന്ന ഇവൻറ്റ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് വൈ എക്സ് എന്നാണ് ഇവൻറ്റ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് ആരൊക്കെയാണ് വരിക? 1 1 വരും, പിന്നെ സെയിം ആളുകൾ വരുന്നത് അല്ലേ 2 2 2 വരും, ഇനി 3 3 വരും, 3 3, പിന്നെ അടുത്തത് 4 4, അടുത്തത് 5 5, അടുത്തത് 6 6 അല്ലേ. അപ്പോൾ എത്ര പോസിബിലിറ്റി ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ ഇവിടുത്തെ ഈ പി ഓഫ് എ എന്തായിരിക്കും വരിക? നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം എന്താണ്? 6 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. അപ്പോൾ ഈ സാമ്പിൾ സ്പേസിൽ എത്ര ആളുകൾ ഉണ്ടായിരിക്കും? 36 ആളുകളായിരിക്കും ഉണ്ടായിരിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ സംഭാവ്യത, ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി എന്ന് തന്നെയാണ് കേട്ടോ മീനിങ്. സാധ്യത അല്ലെങ്കിൽ സംഭാവ്യത എന്നും പ്രോബബിലിറ്റിനെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് പി ഓഫ് എ തന്നിട്ടുണ്ട്, പിന്നെ പി ഓഫ് ബി തന്നിട്ടുണ്ട്, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പി ഓഫ് എ യൂണിയൻ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റുക? പി ഓഫ് എ യൂണിയൻ ബി കാണാം. ഓക്കെ, പി ഓഫ് എ യൂണിയൻ ബി. പി ഓഫ് എ യൂണിയൻ ബി അനുസരിച്ചിട്ട് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അപ്പോൾ 0.3 പ്ലസ് 0.4 മൈനസ് 0.79 എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ? ഇത് 0.7 ആണ്, ഇത് 0.79 ആണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലെസ് ദാൻ 0 ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടുക. ഒരിക്കലും ഒരു ഇവൻറ്റിൻ്റെയും പ്രോബബിലിറ്റി നെഗറ്റീവ് വരില്ല. സോ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, അടുത്ത ഓപ്ഷൻ നോക്കിക്കേ. പി ഓഫ് എ ഈക്വൽ ടു 0.2, പി ഓഫ് ബി ഇസ് ഈക്വൽ ടു 0.6 ആൻഡ് പി ഓഫ് എ യൂണിയൻ ബി നമുക്ക് തന്നിട്ടുണ്ട്. ഈ പി ഓഫ് എ യൂണിയൻ ബി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എഴുതാം അല്ലേ. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? 0.2 പ്ലസ് 0.2 പ്ലസ് 0.6 മൈനസ് 0.2 ആണ് നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0.6 എന്നായിരിക്കും നമുക്ക് കിട്ടുക. നമുക്കറിയാം ഈ ഒരു പ്രോപ്പർട്ടി എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രോബബിലിറ്റി ഓഫ് ഈ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് എയുടെ ഒരു സബ്സെറ്റാണ് അല്ലേ. എ ഇൻ്റർസെക്ഷൻ ബി എയുടെ സബ്സെറ്റാണ്, ബിയുടെ സബ്സെറ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കണം? എ ഇൻ്റർസെക്ഷൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഈ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് എന്താണെന്നറിയാം? 0.6 ആണെന്നറിയാം. പ്രോബബിലിറ്റി ഓഫ് എ എന്താണെന്നറിയാം? 0.2 ആണെന്നറിയാം അല്ലേ. പക്ഷെ ഇത് നമുക്ക് പോസിബിൾ ആണോ? അല്ല. 0.6 ഈസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2. സോ ഓപ്ഷൻ ബി നമുക്ക് പോസിബിൾ അല്ല. ഇനി ഓപ്ഷൻ സി ഒന്ന് നോക്കിക്കേ. ഓപ്ഷൻ സി നമുക്ക് തന്നിട്ടുള്ളത് പി ഓഫ് എ ഇസ് ഈക്വൽ ടു 0.13, പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1.4 ആണ്. ഒരിക്കലും ഒരു പ്രോബബിലിറ്റിയും ഗ്രേറ്റർ ദാൻ 1 വരില്ല. സോ ഇതെന്താ? ഇതൊരിക്കലും ശരിയാവില്ല അല്ലേ. അപ്പോൾ ഇതും നമുക്ക് പോസിബിൾ അല്ല. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സാമ്പിൾ സ്പേസ് ഒമേഗയിലെ ഒരു ഇവൻ്റ് എ എന്നത് അതിനോട് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയാൽ പി ഓഫ് എയുടെ സാധ്യമായ വില എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. എന്താണ്? ഒരു സാമ്പിൾ സ്പേസിലെ ഒരു ഇവൻ്റ് എന്നത് അതിനോട് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയാൽ പി ഓഫ് എയുടെ സാധ്യമായ വില എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ നമുക്കറിയാം എ ഇൻ്റർസെക്ഷൻ എ എന്താണ്? എ ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എയിനോട് ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ഇതിൽ രണ്ടിടത്തും പ്രോബബിലിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എയിനോട് ഈക്വൽ ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ എ അതിനോട് തന്നെ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചത്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്തിനോട് ഈക്വലാ? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബിയിനോട് ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ എനോട് തന്നെ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ എനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ എന്ന് എഴുതാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ്റെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. അപ്പോൾ അതിൻ്റെ RHS എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ എന്ന് എഴുതാം അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോബബിലിറ്റി ഓഫ് എനെ ഔട്ട് സൈഡ് എടുക്കുകയാണ്. ഇൻറ്റു ഔട്ട് സൈഡ് എടുത്ത് കഴിയുമ്പോൾ 1 മൈനസ് പി ഓഫ് എ എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഒന്നെങ്കിൽ പി ഓഫ് എ 0 ആയിരിക്കും, അല്ലെങ്കിലോ 1 മൈനസ് പി ഓഫ് എ 0 ആയിരിക്കും. അതായത് പി ഓഫ് എ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് പോസിബിൾ. അപ്പോൾ പി ഓഫ് എ ഈക്വൽ ടു 0 ഓർ പി ഓഫ് എ ഈക്വൽ ടു 1. ഓപ്ഷൻസിൽ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പി ഓഫ് എ ഈക്വൽ ടു 0.23 ആൻഡ് പി ഓഫ് ബി ഈക്വൽ ടു 0.4. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 0.9 ആണെങ്കിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എയും ബിയും തുല്യ സാധ്യതയുള്ള ഇവൻറ്റുകളാണ്. അതായത് ഈക്വലി ലൈക്ലി ഇവൻറ്റുകളാവണമെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും പ്രോബബിലിറ്റി എന്തായിരിക്കണം? തുല്യമായിരിക്കണം അല്ലേ? എയുടെയും ബിയുടെയും പ്രോബബിലിറ്റി തുല്യമായിരിക്കണം. ഇവിടെ എയുടെ പ്രോബബിലിറ്റി 0.23 ആണ്, ബിയുടെ പ്രോബബിലിറ്റി 0.4 ആണ്. സോ രണ്ട് തുല്യമല്ലാത്തത് കൊണ്ട് എയും ബിയും ഈക്വലി ലൈക്ലി അല്ല. ഇനി അടുത്തത് എയും ബിയും സ്വതന്ത്ര ഇവൻറ്റുകളാണ്. സ്വതന്ത്ര ഇവൻറ്റുകളാണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? അതായത് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റുകളാണ്. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റുകളാവണമെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്തിനോട് ഈക്വൽ ആയിരിക്കണം? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബിയിനോട് ഈക്വൽ ആയിരിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0.19 ആണ്. ഓക്കെ. ഇവിടെയോ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് വേണം? ദിസ് ഈസ് ഈക്വൽ ടു 0.23 ഇൻറ്റു 0.4 ആവണം. പക്ഷേ ഇത് നോട്ട് ഈക്വൽ ആണ് അല്ലേ? സോ അവരെന്താവില്ല? ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആവില്ല. ഇനി ലാസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ. എയും ബിയും പരസ്പര കേവല, അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുകളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുകളാണെങ്കിൽ ഈ എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും? എം ടി ആയിരിക്കും അല്ലേ? എം ടി സെറ്റുകളുടെ പ്രോബബിലിറ്റി എന്താ? 0 ആണ്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എം ടി സെറ്റ്, ദാറ്റ് ഈസ് 0. പക്ഷേ ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 0.19 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഈ ഓപ്ഷനും തെറ്റായിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ടൂസ് അക്കാഡമിയിൽ HSA ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, മാത്സ് അതുപോലെ തന്നെ ജനറൽ പേപ്പറിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 7510155485 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടൂസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ലേണിംഗ് ആപ്പിലൂടെ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. PDF നോട്ടും സ്റ്റഡി മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ത്രൂ ആപ്പും വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പേഴ്സണൽ മെൻറ്ററിങ്, നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് ഏത് പോർഷൻസിലാണോ ഡൗട്ട് വരുന്നത് ആ പോർഷൻസ് എടുക്കുന്ന ടീച്ചേഴ്സിനോട് ഡൗട്ടുകൾ വാട്സപ്പിലൂടെ പേഴ്സണലായിട്ട് ചോദിക്കാനുള്ള അവസരവുമുണ്ട്. Okay, thank you so much.